നിരാശപ്പെടല്ലേ മോനെ. പാവോ ബാലാമണി. അവളോട് നീ ചെയ്ത് ഓർത്താൽ ഇങ്ങനെയൊന്നും അല്ല അവൾ പെരുമാറേണ്ടത്. നിനക്ക് പറ്റും അവളുടെ ദേഷ്യവും വെറുപ്പും ഒക്കെ മാറ്റാൻ. അതിനാദ്യം വേണ്ടത് നിന്റെ ഈ നശിച്ച കുടി നിർത്തണം. എന്നിട്ട് സ്നേഹമുള്ളൊരു ഭർത്താവാണെന്ന് അവളെ ബോധ്യപ്പെടുത്ത. എനിക്ക് പ്രതീക്ഷയില്ലമ്മേ. ബാലാമണിയുടെ മനസ്സിൽ എനിക്കിനി ഒരു സ്ഥാനമില്ല. അപ്പോ എന്താ ഇനി നിന്റെ ഭാവം? നിനക്ക് നിന്റെ മോനെ വേണ്ടേ? ബാലാമണിയില്ല നിനക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെ കുടിച്ചു കുടിച്ച് നശിക്കാനാണോ നിന്റെ ഉദ്ദേശം? എങ്കിൽ പിന്നെ ദൈവത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ ഒക്കത്തില്ല. അമ്മേ, എനിക്ക് എൻ്റെ ബാലാമണിയെ വേണം, എൻ്റെ മോനെ വേണം, അമ്മയെ വേണം. കൈവിട്ടു പോയ ആ ജീവിതം മുഴുവൻ എനിക്ക് തിരികെ കിട്ടണം അമ്മ. എങ്കിൽ ഇനി മുതൽ ഞാൻ പറയുന്നത് എൻ്റെ മോൻ കേൾക്കണം. എൻ്റെ കൂടെ വാ. മോൾ ഇങ്ങോട്ട് മാറ്, അമ്മ കഴുകാം. ഇല്ലമ്മേ, കഴിഞ്ഞു. അമ്മ എന്താ വൈകിയേ? കടയിൽ നല്ല തിരക്കായിരുന്നോ? തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ വൈകാൻ കാരണം അതല്ല. പിന്നെ എന്താ അമ്മേ? മോൾക്കൊരു സത്യം അറിയോ? ജീവിതത്തിൽ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും തരുന്നത് ഈശ്വരനാ. അതൊക്കെ ഈശ്വരന്റെ ഓരോരോ പരീക്ഷണങ്ങളാ. അതൊക്കെ അനുഭവിച്ച് ഒരു സമയമാകുമ്പം നമുക്ക് മനസ്സിനാകെ ഒരു പദം വരും, ഒരു പാകത. എൻ്റെ മോക്ക് ഇപ്പൊ ആ പാകത കിട്ടിക്കഴിഞ്ഞു. ഈ ചെറുപ്രായത്തിൽ തന്നെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള വലിയൊരു മനസ്സ്. ഇതൊക്കെ എന്തിനാ അമ്മ ഇപ്പൊ പറയുന്നത്? പെറ്റ വയറിന്റെ വേദനയാ മോളെ. ഞാൻ കടയിൽ നിന്ന് പോരുമ്പോ ഫുട്പാത്തില് തിരക്ക് പിടിച്ച റോഡിലേക്ക് തുറിച്ചു നോക്കി അനന്തു നിൽക്കുന്നു. ആ നിപ്പും നോട്ടവും കണ്ട് എന്റെ ഉള്ളിൽ കാളിപ്പോയി മോളെ. എന്തോ ഒരാപത്ത് നടക്കാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പേടിച്ചു. മോളെ കൈവിട്ട അവൻ കുടിച്ചു നശിക്കും, വല്ല അതിക്രമം കാണിക്കും മോളെ. ഇന്നതെനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ അവനെ ഇങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് പോകുന്നു. സത്യം ചെയ്യിച്ചു, ഇനി ഒരിക്കലും അനന്ത് കുടിക്കില്ല. നല്ല സ്നേഹത്തോടെ മര്യാദയോടെ അവൻ കഴിഞ്ഞോളും. ഇവിടെ ഇറക്കി വിട്ടത് അവനെ ആകെപ്പാടെ തകർത്ത് കളഞ്ഞു മോളെ. എത്രയായാലും അവനൊരച്ഛനല്ലേ. സ്വന്തം കുഞ്ഞിനെ ഒന്ന് തൊടാൻ പോലും പറ്റാതെയല്ലേ അവന് ഇവിടെ ഇറങ്ങിപ്പോകേണ്ടി വന്നത്. ഇനിയും അവനോട് ഇറങ്ങിപ്പോകാൻ പറയല്ലേ മോളെ.
താമസിച്ചോട്ടെ അല്ലേ മോളെ? മാധവ നിക്ക്, ഈ ദോശ കഴിച്ചിട്ട് പോ മോനെ. വേണ്ട, അമ്മയ്ക്ക് നിന്റെ പുറകെ ഇങ്ങനെ ഓടാൻ വയ്യാട്ടോ. എനിക്ക് ദോശ വേണ്ട, ഇഡലി മതി. ഇഡ്ലി അമ്മ നാളെ ഉണ്ടാക്കി തരാം. നോക്ക്, ഇപ്പൊ മോനത് കഴിക്ക. നല്ല കുട്ടിയല്ലേ? വേണ്ട. ഇങ്ങിതാ അച്ഛമ്മ കൊടുക്കാഞ്ഞിട്ടാ എന്റെ കുട്ടൻ കഴിക്കാത്തത് അല്ലേ കുട്ടാ? ആഹാ, ഇത് അമ്പിളിമാമൻ ദോശയാണല്ലോ. കുട്ടൻ ഇങ്ങ വന്നേ, നമുക്ക് തിന്ന അമ്പിളിമാമനെ. അച്ഛമ്മ അമ്പിളിമാമനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചു തരട്ടെ. അനന്തു കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ടാണാവോ പോയത്? ആർക്കറിയാം. ആ മാമൻ ഇനി എവിടെയാണ് താമസം? മാമനോ? ഭഗവാനെ, എനിക്കിതൊന്നും കേക്കാൻ വയ്യ. കുട്ട, അത് മാമനല്ല, കുട്ടന്റെ അച്ഛനാണെന്ന് അച്ഛമ്മ പറഞ്ഞു തന്നതല്ലേ? മോൾ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ടാ കൊച്ചിന് വിശ്വാസം വരാത്തത്. എന്തു തന്നെയായാലും ഇവൻ അനന്തുവിന്റെ മോനല്ലെന്ന് പറയാനൊക്കില്ലല്ലോ മോൾക്ക്. ഒക്കുവോ? മാധവൻകുട്ട, ഈ അച്ചമ്മയുടെ മോൻ അനന്തു, അനന്തുവിന്റെ മോൻ ഈ മാധവൻ. ഇപ്പൊ മനസ്സിലായോ? ആ, അതുകൊണ്ട് ഇനി മാമാന്നൊന്നും വിളിക്കല്ല, അച്ഛാന്ന് വിളിക്കണം, കേട്ടല്ലോ? ദേ, ഉടനെ അമ്മയുടെ മുഖത്തേക്കൊന്നും നോക്കണ്ട. ഇനി അച്ഛൻ വരുമ്പോ മിണ്ടാതെയും പറയാതെയും മാറി നിൽക്കാൻ പാടില്ല മോൻ. മോന്റെ പാവ അച്ഛനല്ലേ. മോൻ പിണങ്ങി മിണ്ടാതിരുന്നാ ഈ അമ്മയ്ക്ക് വിഷമാവില്ലേ? അതുപോലെ അച്ഛന് സങ്കടമാവും. അപ്പോ ഇനി അച്ഛനെ കാണുമ്പോ മാറിക്കളയുവോ? ഇല്ല. അച്ഛനോട് വർത്താനം പറയുവോ? ആ, നല്ല മോനാണേ. അയ്യോടാ, ദേ നമ്മുടെ അമ്പിളിമാമൻ ദോശ തീരാറായല്ലോ. നമുക്ക് പോയിട്ട് വേറെ എടുക്കാം. ബാ ബാ. ഇതൊക്കെ കടുപ്പപ്പെട്ട പണിയാ, നിങ്ങളെ പോലുള്ളവർക്ക് പറ്റുകല. സാരമില്ല. നല്ല മേല് വേദനയുണ്ടല്ലോ. കുറച്ച്. അത് മാറ്റാനൊരു മരുന്നുണ്ട്.
രണ്ടെണ്ണം വീശിയാ മതി. ഒന്ന് പോയാലോ? ഇല്ല, ചേട്ടൻ വിട്ടോ. അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ. മനസ്സിലായി. ചേട്ടൻ നടന്നു. അമ്മേ, അമ്മേ. നീ വരച്ചോ മോനെ, വരച്ചോ. അമ്മേ, അമ്മേ. ദാ, കുറച്ച് അരിയും സാധനങ്ങളൊക്കെ. മോനെ, ദാ. ഇതൊക്കെ മോൻ വരച്ചതാ? അതെ, കളർ ചെയ്തത് വേറെ ഉണ്ട്. ആഹാ, നോക്കട്ടെ. കൊള്ളാലോ, നന്നായിട്ടുണ്ട് കേട്ടോ. മോൻ ഇനി ഈ നോട്ട്ബുക്കിലൊന്നും വരയ്ക്കണ്ട. അച്ഛൻ നല്ല ഒന്നാന്തരം ഡ്രോയിങ് ബുക്ക് വേറെ വാങ്ങിച്ചു തരാം. പുതിയ കളർ പെൻസിലും വേണം. എല്ലാം വാങ്ങിച്ചു തരാം. അമ്മയ്ക്ക് വേണ്ടേ അമ്മ മുട്ടായി? വേണ്ട, മോൻ കഴിച്ചു. വല്ല അറിവും കിട്ടിയോ അനന്തുവിനെ പറ്റി? അന്വേഷിക്കാനല്ലേ എനിക്ക് കഴിയൂ. എത്ര ദിവസമായി ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട്? ആനന്ദിന്റെ ഫ്രണ്ട്സ് ആരും പറഞ്ഞില്ലേ എവിടെയെങ്കിലും കണ്ടതായിട്ട്? ഇല്ല. പിന്നെ അവനെ കണ്ടുപിടിക്കാനായി നാട്ടിലെ ബാറ് മുഴുവൻ കയറി ഇറങ്ങാൻ അവരോട് പറയാൻ പറ്റുമോ? ഒരിക്കൽ എൻ്റെ മുന്നിൽ വന്ന് വീണതാ. അന്ന് നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയും ചെയ്തു. ഇവിടെ വന്നതിന് ശേഷമുള്ള കഥയ്ക്ക് നീയും സാക്ഷിയല്ലേ. മുറിയിൽ പൂട്ടിയിട വരെ ചെയ്തു. എന്നിട്ടും കെട്ടുപൊട്ടിച്ച് പുറത്തു പോയാ പിന്നെ നമുക്കെന്താ ചെയ്യാൻ പറ്റുക? ബാലാമണി ഇത് വല്ലതും അറിയുന്നുണ്ടോ? അറിഞ്ഞാലും അനന്തുവിനോട് ക്ഷമിക്കൂ അവള്? ഈശ്വര, ബാലാമണിക്ക് അതിനുള്ള മനസ്സുണ്ടായിരുന്നെങ്കിൽ, അനന്തുവിന് അവളെ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിൽ. ഇവിടെ കിടന്ന് ഉറങ്ങിയോ നീ? ബാലമണി, മോൻ ഇറങ്ങിയോ? ഇന്ന് അവൻ എന്നെ അച്ഛാന്ന് വിളിച്ചു. നീ കേട്ടിരുന്നോ? ഇല്ല. ഞാൻ പറഞ്ഞു വിളിപ്പിച്ചൊന്നുമല്ല. അവൻ തനിയെ വിളിച്ചതാ. സത്യമായിട്ടും. ബാലമണി, നിനക്ക് എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും ഒട്ടും കുറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. നിന്നെ കുറ്റം പറയാൻ പറ്റില്ല. അത്രയ്ക്ക് വലിയ തെറ്റുകളാണ് ഞാൻ നിന്നോട് ചെയ്തത്. എന്തൊക്കെ വേദനകൾ സഹിച്ചിട്ടുണ്ടാവും നീ. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെട്ട് ഒരു കുഞ്ഞുമായിട്ട് ഒറ്റയ്ക്ക്. ഒരിക്കലും പൊറുക്കാനാവില്ല ഞാൻ കാണിച്ച തെറ്റുകൾ. മൃഗങ്ങൾ പോലും കാണിക്കാത്ത ക്രൂരതയാണ് ഞാൻ നിന്നോട് കാണിച്ചത്. എനിക്ക് ഭ്രാന്തായിരുന്നു ബാലാമണി. പക്ഷേ അനുഭവങ്ങൾ ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു. സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് പഠിപ്പിച്ചു. അന്നോട്ട് ഞാൻ നിന്നെ തേടി ഒരുപാട് അലഞ്ഞു. ഒടുവിൽ വിധി നിന്റെ മുമ്പിലെത്തിച്ചു എന്നെ.
ഇതെൻ്റെ രണ്ടാം ജന്മോ. ആ പഴയ അനന്തുവിനോട് എനിക്കിപ്പോൾ പുച്ഛോ. അവനിനിയില്ല. ഇപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ അനന്തുവാണ് യഥാർത്ഥം. എന്നെ സ്വീകരിച്ചൂടെ നിനക്ക്? മറന്നൂടെ കഴിഞ്ഞതെല്ലാം? എഴുതിയത് തെറ്റിയാൽ അത് മായ്ച്ചിട്ട് വീണ്ടും എഴുതാൻ പറ്റുന്ന ഒരു സ്ലേറ്റ് അല്ല മനസ്സ്. എത്ര അമർത്തി മായ്ച്ചാലും എഴുതിപ്പോയതിന്റെ നിഴലുണ്ടാവൂ അവിടെ, മായാതെ. നിങ്ങളുടെ അമ്മ പറഞ്ഞതുപോലെ ഈ ചെറിയ പ്രായത്തിൽ ഒരായുസിന്റെ മുഴുവൻ ദുഃഖവും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ആ അനുഭവങ്ങൾ എന്റെ ഗുരുക്കന്മാരാ. മറക്കാനാവില്ല എനിക്കവരെ. ബാലാമണി, എൻ്റെ മനസ്സിലിപ്പോൾ ഒരു കളങ്കവുമില്ല. നിന്നോടുള്ള എൻ്റെ സ്നേഹം ശുദ്ധമാണ്, പൂർണ്ണമാണ്. നീ ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിശ്വസിക്കുക. വിശക്കുമ്പോഴാണ് ആഹാരം കൊടുക്കേണ്ടത്, വിശന്ന് തളർന്ന് ബോധം മറ്റു കിടക്കുമ്പോഴല്ല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ഭർത്താവിനെ സ്നേഹിക്കാനും ഭർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാനും കൊതിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അന്നത് വിധിച്ചില്ല. ഇന്ന് എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഈ ഭൂമിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, എൻ്റെ മോൻ മാധവൻ. അച്ഛാ, അബി മോളെ, എന്താ അബി? എഴുന്നേക്ക്. എന്താ അബി ഇത്? നിനക്കൊന്ന് ശ്രദ്ധിച്ചാണ്. എന്താ ഇവിടെ എന്താ വേലക്കാരുമില്ലേ ഇതൊക്കെ ചെയ്യാൻ? വേലക്കാരെ വേണ്ടെന്നുള്ള വാശിയല്ലേ വെക്ക്. എല്ലാം തനി അങ്ങ് ചെയ്യണം. എന്തിനാ രണ്ടാളും കൂടി കോലാഹലം? അതിന് എനിക്കൊന്നും പറ്റില്ലല്ലോ. ഓ, വീണ് തലപൊട്ടാഞ്ഞതിലാവും സങ്കടം. കക്ഷത്തി വടിയും വെച്ച് എത്ര നാളിങ്ങനെ തത്തി തത്തി നടക്കാനാ നിന്റെ പരിപാടി? എനിക്കിപ്പോ നല്ല ഡെവലപ്മെന്റ് ഉണ്ട് അച്ഛാ. ഓ, ഡെവലപ്മെന്റ് അത് ഞാനിപ്പോ കണ്ടല്ലോ. ഇത് ഇവിടെ നിർത്തണം. ഷൊർണൂർ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, ഡോക്ടർ കൃഷ്ണവാര്യര്. പേര് കേട്ട പാരമ്പര്യ ചികിത്സകനാ. വാര്യത്ത് തന്നെയാണ് നഴ്സിംഗ് ഹോം. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരെയാ രോഗികൾ അങ്ങോട്ട് കാണാൻ ചെല്ലുന്നത്. പക്ഷെ അച്ഛാ, ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവാൻ നമ്മൾ പെട്ടെന്ന് മറ്റൊന്നിലേക്ക് മാറിയ പിന്നെ ഇവൾക്ക് ഇങ്ങനെ വടി കുത്താതെ മനുഷ്യരെ പോലെ നടക്കാൻ പറ്റും? അല്ല, അത് പിന്നെ രണ്ടാളും ഇങ്ങോട്ടൊന്നും പറയണ്ട. വൈദ്യരെ നേരിട്ട് പോയി കണ്ട് പേര് രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. അടുത്ത തിങ്കളാഴ്ച നമ്മൾ അങ്ങോട്ട് പുറപ്പെടുന്നു. ചികിത്സ എത്ര ദിവസം വേണ്ടി വരുമെന്ന് വൈദ്യർ പറയും. അല്ല, ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാ തിങ്കളാഴ്ച ഞാൻ കാറുമായിട്ട് വരും.
റെഡിയായി നിന്നേക്കണം രണ്ടുപേരും. ഇല്ലെങ്കിൽ എൻ്റെ വിധം മാറും. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ആ